ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ ആശ്രയിച്ച് നമ്മളൊരു ദിവസം കൂടെ പൂർത്തിയാക്കി. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്ന് രാത്രി നമ്മൾ ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മളെല്ലാ ദിവസവും വചനം കേൾക്കുന്നു, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോവാണ്. നിങ്ങളുടെ ജോലിയും പഠനവും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായി തീരുന്നു പ്രാർത്ഥിക്കുന്നു. കുറേ പേരൊക്കെ ഇമെയിലുകളൊക്കെ അയക്കുന്നുണ്ട്. എപ്പോഴും കൃത്യസമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോഴൊക്കെയാണ് റിപ്ലൈ തരുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ശക്തമായിട്ടിരിക്കണം, ഈശോയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകണം. മറക്കാതെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളോട് വചനം പറഞ്ഞിരുന്ന എത്രയോ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ആഗ്രഹമുണ്ടല്ലേ, ഇങ്ങനൊരു ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയി ധ്യാനം കൂടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പറ്റുന്നില്ല, നമുക്കെപ്പോഴും അത് സാധിക്കണമെന്നില്ല. നിങ്ങളിപ്പോൾ പല രാജ്യങ്ങളിലുള്ളവരുണ്ട്, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവർ. നിങ്ങൾ വചനം കേൾക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് നോക്കിയേ. ഓഫ് കോഴ്സ് നമ്മുടെ കയ്യിൽ ബൈബിളുണ്ട്, നമ്മൾ പേഴ്സണലി വായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് എല്ലാ ദിവസവും വചനം പറഞ്ഞു തരുന്ന, മണിക്കൂറുകൾ നമ്മളോട് വചനം പ്രഘോഷിക്കുന്ന, വ്യാഖ്യാനിച്ച് തരുന്ന, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ വചനമെല്ലാം പറഞ്ഞു തരുന്ന ഈശോയുടെ പ്രിയപ്പെട്ട ശുശ്രൂഷകരുണ്ട്. ഒരുപാട് വൈദികർ, സന്യസ്തർ, ഒത്തിരി അധികം തീക്ഷ്ണത നിറഞ്ഞ ആത്മായ പ്രേക്ഷിതർ. നിങ്ങൾ ശരിക്കും ഇവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. ഇപ്പം അച്ഛൻ നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, ഈ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് വചനം നമ്മുടെ അടുത്തേക്ക് കലർപ്പില്ലാതെ എത്തുന്ന എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടിയും അതിന് നയിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? നോക്ക്, നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ചാനലിൽ കൂടെ ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ വായനയിലൂടെ ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഒരു ധ്യാനത്തിൽ പോയിരുന്ന ധ്യാനം കൂടുമ്പോഴായിരിക്കാം, നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് കൺവെൻഷൻ കൂടുമ്പോഴായിരിക്കാം. എങ്ങനെയാണെങ്കിലും നമ്മൾ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ആ വചനം കേൾക്കുന്ന നമ്മൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടണം, കൂടുതൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന് നമ്മളെ ആ സ്നേഹം, കർത്താവ് നമുക്ക് തരുന്ന ആ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം. ഉണ്ടാകും. നമ്മളിപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വചനം പറഞ്ഞു തരുന്നത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണം. എന്തിന്? ഈശോയെ നിൻ്റെ സ്വരം കേട്ട് നിന്നിൽ കൂടുതൽ ആശ്രയിക്കാൻ, ഈശോയെ നിന്നെ മുറുകെ പിടിക്കാൻ എനിക്കൊരു കൃപ നൽകണമെന്ന്. കാരണം എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ ഒരു 10 വചനം കേൾക്കുന്നുണ്ടാവും. പക്ഷേ അതിനേക്കാൾ ഒരു 100 ഇരട്ടിയായിരിക്കും നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ഇന്നൊരു ദിവസം നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇന്ന് രാവിലെ ചിലപ്പോൾ വചനം കേട്ടുകൊണ്ട് തുടങ്ങിയായിരിക്കും, ഇന്നിതാ വൈകിട്ട് വചനം കേട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പക്ഷേ ഇതിനിടയ്ക്കുള്ള ഈ മണിക്കൂറുകളിൽ എന്തോരം നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ കേട്ടു, നമ്മൾ കണ്ടു, നമ്മളതിനെക്കുറിച്ചൊക്കെ വായിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് വലിയ യുദ്ധം നടക്കുകയാണ്. ഈ രാവിലെ ഒരു വചനം, വൈകിട്ട് വേറെ ഒരു വചനം, ഇടയ്ക്ക് വചനങ്ങൾ കേൾക്കുന്നു. പക്ഷേ അതിനേക്കാൾ എത്രയോ ഇരട്ടി നെഗറ്റീവായ കാര്യങ്ങളാണ് കേൾക്കുന്നത്, ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത്. നമുക്കൊരു ഉറപ്പ് വേണം. വചനം പറഞ്ഞു തരുന്ന പോലെ കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നവർ കർത്താവിൻ്റെ സ്നേഹവും കൂടെ അറിയണം. ചുമ്മാ കേട്ടിരുന്നാൽ പോരാ, ചുമ്മാ ഒരു വചനം പഠിച്ചാൽ മാത്രം പോരാ. ഒരു ആശ്വാസത്തിൻ്റെ വചനം കിട്ടി, അല്ലെങ്കിൽ ഒരു ധൈര്യം കിട്ടുന്ന ഒരു വചനം കിട്ടി, അത് മാത്രം പോരാ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈശോയുടെ സ്നേഹം ആഴത്തിൽ അറിയണം. ആ സ്നേഹം അറിഞ്ഞാലുണ്ടല്ലോ, ഈ ദിവസം മുഴുവൻ നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ കേട്ട് കാണും, പക്ഷേ ഒരു കാര്യവും നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ട് കാണും, ഒന്നും നിങ്ങളെ തൊടാൻ പോകുന്നില്ല. കാരണം സംരക്ഷണം നൽകുന്ന ആരാന്നറിയോ? നിങ്ങൾ വചനം കേൾക്കുന്നതുകൊണ്ട്, ആ വചനം സ്വീകരിക്കുന്നതുകൊണ്ട് ഈശോയുടെ സ്നേഹം നിങ്ങളിലേക്ക് നിറയുന്നു. ആ സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് ഒരാളും ഒരു തിന്മയും ഒരു നെഗറ്റിവിറ്റിയും നിങ്ങളെ തട്ടിക്കൊണ്ട് പോകാൻ, നിങ്ങളെ നശിപ്പിക്കാൻ നമ്മുടെ ഈശോ അനുവദിക്കില്ല. ഒരു വചനഭാഗം എടുത്ത് നമുക്ക് ഇന്നത്തെ ഒരു രാത്രി പ്രാർത്ഥിച്ച് കടന്നുറങ്ങാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായം, തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായം അതിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ ഒരു പക്ഷേ നേരത്തെ വായിച്ചുള്ളതായിരിക്കാം, അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വചനം ഇങ്ങനെയാണ്: എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഒത്തിരി വായിച്ച വചനമാണ്. പക്ഷേ ഈശോ നമ്മളോട് ഒന്നുകൂടെ പറയാണ്, നിങ്ങൾ എൻ്റെ സ്വരം കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ കുഞ്ഞാട്ടുംകുട്ടികളാണ്, നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നുണ്ടെന്ന്. എന്ന് വെച്ചാൽ ഈശോയ്ക്ക് ഏറ്റവും സന്തോഷമാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മൾ ഈശോയുടെ വചനം കേൾക്കുന്നത്. ഇപ്പം നമ്മൾ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഈശോ എന്നെ നിങ്ങളെ നോക്കിയിട്ട് നല്ല ഒന്നാന്തരം ഒരു പുഞ്ചിരിയൊക്കെ തരുന്നുണ്ട്. അതാണ് നമുക്കിന്ന് രാത്രി കിടന്നുറങ്ങാനുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷവും. നമ്മൾ ഈ കുഞ്ഞുവാവകളൊക്കെ, പീക്കിരി കുഞ്ഞുങ്ങളൊക്കെ രാത്രി കിടന്ന് ചിരിക്കുകയല്ലേ അറിയാണ്ട്. അപ്പോൾ നമ്മൾ പറയില്ലേ, മാലാഖ വന്ന് ചിരിപ്പിക്കുന്നതാണ്. ശരിക്കും ഇന്നിപ്പം നമ്മൾ വലിയ വാവകളൊക്കെ ആയി, മുട്ടാളന്മാരായി. പണ്ട് സുട്ടുമണികളായിരുന്നു, ഇപ്പോൾ വലിയ ചക്കക്കുരുക്കളൊക്കെ ആയി. പക്ഷേ ഈശോയുടെ കുഞ്ഞുമക്കൾ തന്നെയാണ് നമ്മളെല്ലാവരും. നമ്മൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് മാലാഖ നമ്മളെ നോക്കി ചിരിക്കുമല്ല, ഈശോ നമ്മളെ നോക്കി പിഞ്ചിരിക്കുകയാണ്. കാരണം ഈശോ പറയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അടുത്ത വചനം വളരെ പ്രധാനപ്പെട്ടതാണ്, 28-ാമത്തെ വാക്യം: ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയില്ല. അപ്പോൾ ഇവിടെ സ്വരങ്ങളെ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദാനം നോക്കി, നിത്യജീവൻ നൽകും, അവരൊരിക്കലും നശിച്ചു പോകില്ല, അവയെ എൻ്റെ അടുത്ത് നിന്ന് ആരും പിടിച്ചെടുത്തുകൊണ്ട് പോകില്ലെന്ന്. എല്ലാ ദിവസവും വചനം കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈശോ നൽകുന്നൊരു പ്രോമിസാണ്, നിന്നെ ആരും പിടിച്ചുകൊണ്ട് പോകത്തില്ലെന്ന്. ഒരു പിശാചും ഒരു സങ്കടവും ഒരു നെഗറ്റിവിറ്റിയും ഒരു രോഗവും നിന്നെ നശിപ്പിക്കില്ല കുഞ്ഞൻ.
ഈശോ അത് നമ്മളോട് പറയാണ്. കർത്താവിൻ്റെ സ്വരം കേൾക്കുക, കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കുക, കർത്താവിനെ അനുഗമിക്കുക. വലിയ അനുഗ്രഹമായിട്ട് നമുക്കത് മാറും. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നാളെ നമ്മുടെ മാസം അവസാനിക്കുകയാണല്ലേ. നാളെ ഇവിടുത്തെ ഒരു ഏകദിന കൺവെൻഷൻ ഉണ്ട്. വചനം പറയേണ്ടത് ഞാൻ തന്നെയാണ്. ത്രോട്ട് തുറന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. വരുന്ന എല്ലാവരും വലിയ അനുഗ്രഹമായിട്ട് തീരണം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ദേശത്ത് അടുത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ദൂരത്തൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ഏകദിന കൺവെൻഷൻ വരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. നാളെ നമ്മുടെ ഫെബ്രുവരി മാസം അവസാനിക്കുന്നു. നമുക്ക് നന്ദി പറയാനുള്ള സമയമാണ്. നമുക്ക് നാളെ വൈകുന്നേരം വീണ്ടും കാണാം. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.